ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ലോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖം തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മീനിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ ആരും മറന്നു പോകരുത്, ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം. പിന്നെ ആർക്കെങ്കിലും ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മീനിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നല്ലത് കണമ്പ് മീനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ചെത്തി മേടിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല, ഒക്കെ കട്ട് ചെയ്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടുവന്നൊക്കെ ശരിയാക്കിയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി, ഞാനിപ്പോൾ ഒരു ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെട്ടി ഒക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസവും കൂടി നമുക്ക് കറി വെക്കാനൊക്കെ അന്നേരം എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ നമുക്കിടെ ഇതെന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ ചതമ്പലൊക്കെ കളയാം, നമുക്ക് കൊണ്ടുപോയിട്ട് അരച്ചൊക്കെ എടുക്കാം. പക്ഷെ ചെത്തി എടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് അത്രയ്ക്ക് പണി പെട്ടെന്ന് കഴിയും. അപ്പോൾ നല്ല ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇടന്ന് ഉരച്ച് കഷ്ടപ്പെടുകയും വേണ്ട. അപ്പോൾ അത്ര എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ മീൻ ഇതാക്കാൻ വേണ്ടി, എന്നാലും കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ എപ്പോഴും ഇങ്ങനെ ചെത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടൊരു വശമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മിക്ക ജോലിയും കഴിഞ്ഞിട്ടാണ് ഇതിന് നിന്നത് കേട്ടോ. ഇത് ഒത്തിരി നേരം നിൽക്കേണ്ട ഒരു പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞ പിന്നെയാണ് കടമ്പൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നത്. അപ്പം ഞാനിങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് അപ്പുറത്ത് ഇതിൻ്റെ ദശയും കൂടി പോരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടേ. അപ്പോൾ അതേ മീനൊക്കെ ഞാൻ എല്ലാം കട്ട് ചെയ്തു, കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ മുറിച്ചൊക്കെ ഒന്ന് ഇതാക്കണം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഉള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയാണ് ഇത് വഴറ്റുന്നത്. ഇതിൽ വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്യത്തില്ല. എന്നിട്ട് നന്നായിട്ട് ഇത് മൊരിയണ വരക്കും ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്, ഈ മീൻ കറി. അപ്പോൾ ഇതിന് നമ്മൾ വേറെ ഉള്ളിയൊന്നും വലിയ ഉള്ളിയൊന്നും എടുക്കില്ല, ഓൺലി ചെറിയ ഉള്ളി മാത്രം. പിന്നെ ഇഞ്ചിയും പച്ചമുളക് മാത്രം എടുക്കുള്ളേ. വെളുത്തുള്ളി ഒരിക്കലും ഇടരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ടാണ് ഇതിലോട്ടുള്ള നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അതേ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ ആ മൂപ്പ് റെഡിയായിട്ട് മാത്രമേ നമ്മളതിൽ മസാല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഉള്ളി വഴറ്റാണ്ട് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് നമ്മൾ മുളക് പൊടിയൊന്നും ഇട്ടേക്കരുത്. അപ്പോൾ അതേ ഞാൻ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിരിയം മുളക് പൊടി. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ കുഴച്ചിട്ടാണ് നമ്മൾ ഈ കറിയിലോട്ട് ചേർക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലോട്ട് ഞാൻ അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മുളക് പൊടിയൊക്കെ നല്ല വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞിട്ട് ഈ ഇതിലോട്ട് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട്
മൂക്കട വരക്കും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് പച്ചമണം മാറാണ്ട് നമ്മൾ വെള്ളം ഒഴിക്കരുത്, പച്ചച്ചോവ മാറത്തില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയണ വരക്കും നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കടമ്പുന്ന് തന്നെയല്ല, നമ്മൾ വലിയ വേറെ കരിമീനും എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു 2 മീഡിയം തക്കാളിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ അടിക്കാനോ എന്തിലെങ്കിലുമൊക്കെ പോകാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ അടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലിരുന്ന് റെഡി ആയിക്കോളും തക്കാളിയൊക്കെ. എന്നിട്ട് നമുക്ക് 2 പാലെടുക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുളിക്ക് നമ്മൾ ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ചെറിയ കഷ്ണം കുടംപുളി ഇടാം, അതല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. ഞാൻ പക്ഷേ വിനാഗിരിയാണ് ചേർത്തത്. അപ്പോൾ ഇത് ആദ്യത്തെ പാല് രണ്ടാമത്തെ പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആദ്യത്തെ പാൽ നമ്മൾ മാറ്റി വെച്ചേക്കണേണ്. അപ്പോൾ ഈ സമയത്ത് നമുക്കതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കണം. ഇപ്പോൾ വിനാഗിരിയാണ് ഒഴിക്കണമെങ്കിൽ വിനാഗിരി ഒഴിക്കണം. പിന്നെ പുളിയിടണമെങ്കിൽ പുളിയൊക്കെ ഈ സമയത്ത് ഒക്കെ ഇട്ട് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എന്തൊക്കെയാണ് കുറവ് ഒക്കെ അതൊക്കെ നോക്കണം. എന്നിട്ട് വേണം നമ്മൾക്ക് മീനിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പോൾ ഇനി നമുക്ക് തിളക്കണ വരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം അരപ്പ്. അപ്പോൾ അതേ അരപ്പൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് ഇപ്പോൾ കുറച്ച് മുട്ടയൊക്കെ ഉണ്ടായിട്ട് അതിൽ. അപ്പോൾ നമുക്കിനി മീനൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണമ്പ് മീൻ ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ 2ാം പാലിൽ കിടന്ന് നന്നായിട്ട് അതൊന്ന് വേകണം. പിന്നെ ഞാൻ മുട്ടയൊക്കെ കൂടി ഒരു സൈഡിലാണ്, അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് മാറിപ്പോകത്തില്ല. അപ്പം ഞാൻ ഒരു സൈഡിലോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി തിളച്ചതിന് ശേഷം ചെറിയ തീയിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം, ഒന്ന് മൂടി വെച്ചിട്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാട്ടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. തേങ്ങാപ്പാലിൽ കിടന്നാണ് മീൻ വേകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 2ാം പാൽ ഒഴിച്ചാൽ അടിപൊളി. അപ്പോൾ അതേ മീനൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം. ഇപ്പം കറിയൊക്കെ റെഡിയായി. അപ്പം ഞാൻ 2ാം പാലും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത്. അപ്പം ഇനി നമ്മളൊന്ന് മീൻ പൊടിഞ്ഞു പോകണ കാരണം ഒന്ന് ചുറ്റിച്ചൊന്നെടുക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ അധികം നേരം വെച്ചിട്ട് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് അതിൻ്റെ മുകളിൽ വേപ്പിലയും കൂടി ഇടുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കടമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.